ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസും ദേവസ്വം ബോർഡും പറയുന്നത് തിരക്ക് കൃത്യമായി നിയന്ത്രണ വിധേയമാണ് എന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതികരണങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ എല്ലായിടത്തുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് പോകും. അതോടൊപ്പം തന്നെ തിരക്ക് കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലാണ് ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നത്. 5000 തീർത്ഥാടകരെ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി നിലവിൽ കയറ്റിവിടുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു തീർത്ഥാടക പ്രവാഹം തന്നെ ശബരിമല സന്നിധാനത്തേക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ സന്നിധാനത്തേക്ക് അന്നദാനത്തിനായി എത്തുന്ന ഭക്തർക്ക് സദ്യ നൽകുമെന്നുള്ള ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ച ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സന്നിധാനത്തുള്ള ദേവസ്വം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു യോഗവും ഇന്ന് ചേർന്നിട്ടുണ്ട്. എന്തായാലും അതിലൊരു തീരുമാനത്തിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിരിക്കുന്നത്. വരുമാനത്തിനുള്ള ഒരു കാണിക്കയുടെ നടവരവിൽ വലിയ രീതിയിലുള്ള ഒരു വർധനയാണ് ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് ആദ്യത്തെ 8 ദിവസത്തിന് ഉള്ളിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.